നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ സംസാരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്തം നക്ഷത്രക്കാരുടെ ഏറ്റവും ഗൗരവമേറിയ ഒരു കർമ്മത്തെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഓരോ മനുഷ്യനും അവരുടെ ജീവിത അഭിലാഷം എന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയുമുള്ള ഒരു ജീവിതമാണ്. അതിനായിട്ട് പലർക്കും സാധിക്കാറില്ല. അത് ഭാരതീയ ജ്യോതിഷപരമായിട്ട് നോക്കുമ്പോൾ പല കാരണങ്ങളും ഉണ്ടാവുന്നുണ്ട്. ശത്രുദോഷം കൊണ്ടുണ്ടാകുന്നുണ്ട്, ആഭിചാരങ്ങൾ കൊണ്ടുണ്ടാകുന്നുണ്ട്, കർമ്മദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്നുണ്ട്. അങ്ങനെ ജ്യോതിഷപരമായിട്ടുള്ള പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. എന്നാൽ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവരുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകാത്തതിനെയും ഇവരുടെ ഭാഗ്യമുള്ള സമയങ്ങളിൽ പോലും അത് ലഭിക്കാതിരിക്കുന്നതിനും ഒക്കെ വളരെ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവാം. അതെല്ലാം മാറിപ്പോകുന്നതിനായിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു കർമ്മത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ കർമ്മം എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല, പണച്ചെലവ് ഇതിന് ഇല്ല എന്നുള്ളതാണ്. കൂടാതെ ഒരു ചിട്ടവട്ടങ്ങളോ ഒരു വ്രതം എടുക്കുന്ന ആവശ്യമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതില് വരുന്നില്ല. വെറും 7 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങുന്നതാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ആദ്യമായിട്ട് അത്തം നക്ഷത്രക്കാര് അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പരാജയപ്പെടുന്നതെന്ന് നോക്കാം. നമ്മളുടെ പോസിറ്റീവ് എനർജികളെല്ലാം നഷ്ടപ്പെട്ട് നമ്മളുടെ ചുറ്റും ഉള്ള നെഗറ്റീവ് എനർജികൾക്ക് ശക്തി വയ്ക്കുമ്പോഴും ഈശ്വരാനുഗ്രഹം അകന്നു പോകുമ്പോഴുമാണ് നമ്മൾക്ക് പരാജയം ഉണ്ടാകുന്നത്. ഇത് രണ്ടും സംഭവിക്കാനുള്ള കാരണം ഒന്ന് നമ്മളുടെ കർമ്മദോഷം, മുജ്ജന്മ പാപഫലം എന്നൊക്കെ പറയാം. എന്നാൽ അതൊക്കെ പ്രാർത്ഥന കൊണ്ട് മാറുന്നതാണ്. ഈ ശത്രുദോഷം, കണ്ണേറ്, ആഭിചാരം കൊണ്ടുണ്ടാകുന്ന നിങ്ങൾക്ക് പ്രശ്നങ്ങൾ അതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള ചില മന്ത്രങ്ങളുടെയൊക്കെ ആവശ്യമുണ്ട്, കർമ്മങ്ങളുടെയൊക്കെ ആവശ്യമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിപ്പോകുവാനായിട്ട് നമ്മൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇതെല്ലാം മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് പോസിറ്റീവ് എനർജി വന്ന് നിറയുകയും ഈശ്വരന്റെ അനുഗ്രഹം നമ്മൾക്ക് ലഭിക്കുകയും നമ്മളുടെ ജീവിതം വളരെയധികം സന്തോഷപൂർണമാകുകയും ചെയ്യുന്നതാണ്. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു തരികയാണ്. ഇത് ആ കർമ്മത്തോട് ബന്ധപ്പെട്ട കാര്യമല്ല. നിങ്ങളുടെ പ്രധാന കാര്യങ്ങൾ, വിവാഹമാകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു യാത്ര, പ്രധാനപ്പെട്ട ഒരു യാത്ര പുറപ്പെടുന്ന കാര്യമാകട്ടെ, ഒരു സ്ഥലം വാങ്ങിക്കുന്നതാട്ടെ, എന്തിനെങ്കിലും അഡ്വാൻസ് കൊടുക്കുന്നതാട്ടെ, ഇങ്ങനെയുള്ള നിങ്ങൾക്ക് പ്രധാനമെന്ന് തോന്നുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ അതിന് മുമ്പായിട്ടൊരു തയ്യാറെടുപ്പ്, ആ തയ്യാറെടുപ്പ് എടുക്കുകയാണെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിജയത്തിലെത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ആ തയ്യാറെടുപ്പുകൾ എന്താണെന്ന് നോക്കിയിട്ട് വളരെ ലളിതമാണ്. ആ തയ്യാറെടുപ്പ് എന്താണ് എന്നൊന്ന് നോക്കിയിട്ട് നമുക്ക് കർമ്മത്തിലേക്ക് കടക്കാം. അതിനായിട്ട് ആദ്യം നിങ്ങൾ അറിയേണ്ടത് നിങ്ങളുടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നിറമാണ്. നിറം നിങ്ങൾക്ക് വെള്ളയും പച്ചയുമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ദിവസം ഏതൊക്കെയാണെന്നാണ്. തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നിങ്ങൾക്ക് നിങ്ങളുടെ ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിൽ തെറ്റില്ല. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സംഖ്യ എന്ന് പറയുന്നത് 5, 6 എന്നിവയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീയതി എന്ന് പറയുന്നത് 5, 6, 14, 23 തീയതികളാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ദിവസം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഈ തിങ്കൾ, ബുധൻ, വ്യാഴം, വെള്ളി ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ ദിവസങ്ങളിൽ പുണർദം, പൂയം, അത്തം ഈ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വരികയാണെങ്കിൽ അത്യുത്തമമാണ്. അതുപോലെ തന്നെ 5, 6, 14, 23 ഈ തീയതികളിൽ ഏതെങ്കിലും ഒന്ന് വരികയാണെങ്കിൽ വളരെ അത്യുത്തമമാണ്. ഇത് മൂന്നും കൂടി ചേർന്ന് വരികയാണെങ്കിൽ വളരെ വളരെ ഉത്തമമാണ്. ഈ തീയതികളിൽ നിങ്ങളുടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നിറം വെള്ളയും പച്ചയുമാണ്. ഈ വെള്ളയും പച്ചയും കലർന്ന ഏതെങ്കിലും വസ്ത്രം ധരിക്കുക, അല്ലെങ്കിൽ ഇതേ നിറമുള്ള വസ്ത്രം ധരിക്കുന്നതും വളരെ നല്ലതാണ്. അതിനുശേഷം നിങ്ങളുടെ പ്രധാന കാര്യങ്ങൾക്ക് പോകുക. ഇപ്പോൾ പണമിടപാടുകളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സംഖ്യയുടെ കൂട്ടത്തിൽ ഒരു 5 രൂപ അല്ലെങ്കിൽ 6 രൂപ കൂട്ടിവെച്ച് ഒരു 5 രൂപയുടെ സാന്നിധ്യം അതിൽ ഉറപ്പുവരുത്തുക. ഇപ്പോൾ 1000 രൂപയുടെ ഒരു സംഭവമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നെങ്കിൽ 1005 രൂപ കൊടുത്ത് അഡ്വാൻസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ 5 രൂപ അല്ലെങ്കിൽ 6 രൂപ അങ്ങനെ കൂട്ടിക്കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. കൂടാതെ നമുക്ക് ഇതിൽ മറ്റൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മളുടെ ജ്യോതിഷപ്രകാരം നമ്മൾക്ക് ഓരോ നക്ഷത്രക്കാർക്കും നാമങ്ങൾ തുടങ്ങാനുള്ള അക്ഷരങ്ങൾ കൽപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ അത്തം നക്ഷത്രക്കാർക്ക് നാമങ്ങൾ തുടങ്ങാനുള്ള ഏറ്റവും അനുയോജ്യമായ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് 1-ാം പാദത്തിലാണെങ്കിൽ പൂ എന്നും, പാദത്തിലാണെങ്കിൽ ഷ എന്നും,
മൂന്നാം പാദത്തിലാണെങ്കിൽ ന എന്നും 4-ാം പാദത്തിലാണെങ്കിൽ ഇട്ട അക്ഷരങ്ങളിൽ തുടങ്ങുന്ന നാമങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതാണ് നല്ലത്. പക്ഷേങ്കിൽ വളരെ അപൂർവം ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു നാമമൊക്കെ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നാമം നമ്മൾക്ക് പോസിറ്റീവായിട്ട് വരുവാനായിട്ട് നമ്മളൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. നമ്മളുടെ നാമം ഇപ്പോൾ അനൂപ് എന്നാണ്. നിങ്ങൾ അത്തം നക്ഷത്രത്തിൽ 1-ാം പാദത്തിലാണ് ജനിച്ചതെങ്കിൽ പൂ എന്നെഴുതി ഒരു കുത്തിട്ടതിന് ശേഷം അനൂപ് എന്നെഴുതി ആ വെള്ളപ്പേപ്പർ മടക്കി നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ മുന്നിൽ വയ്ക്കുക, അല്ലെങ്കിൽ പൂജാമുറിയിൽ വയ്ക്കുക. അതിനുശേഷം നമ്മൾ മേൽ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു തയ്യാറെടുപ്പോടുകൂടി ഈ കാര്യങ്ങൾക്ക് പോവുക. തിരികെ വന്നതിന് ശേഷം നിങ്ങളുടെ ഭൂതം എന്ന് പറയുന്നത്, അതായത് പഞ്ചഭൂതത്തിലെ ഭൂതം എന്ന് പറയുന്നത് അഗ്നിയാണ്. അഗ്നിയിൽ ഈ പേപ്പർ സമർപ്പിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്നതാണ്. പോയ കാര്യങ്ങൾക്കെല്ലാം പോസിറ്റീവ് എനർജിയോടുകൂടിയാണ് നിങ്ങൾ പോയത് എന്നുള്ളത് കൊണ്ട് അത് തീർച്ചയായിട്ടും നടക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനി നമ്മൾ കർമ്മത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ കന്നി രാശിയിൽപ്പെട്ട നക്ഷത്രമാണ്. നിങ്ങളുടെ ദേവത എന്ന് പറയുന്നത് സൂര്യനാണ്. അതുപോലെ തന്നെ വൃക്ഷം അമ്പഴമാണ്, പക്ഷി കാക്കയാണ്, മൃഗം പോത്താണ്. നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനും രാശ്യാധിപൻ ബുധനുമാണ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും. എന്നാൽ ഇതിൽ ഒളിഞ്ഞു കിടക്കുന്ന വലിയൊരു രഹസ്യമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് പോസിറ്റീവായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരിക്കലും പരാജയം ഉണ്ടാവില്ല. ഈ പറയുന്ന കാര്യങ്ങൾ ഇനി നിങ്ങളുടെ 7 ദിവസം തുടർച്ചയായിട്ട് ചെയ്യേണ്ടതാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്താൽ മതിയാവുന്നതാണ്. മനസ്സ് ഏകാഗ്രമാക്കി എപ്പോൾ വയ്ക്കാൻ കഴിയുന്നു ആ സമയത്ത് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ രാശ്യാധിപനായ ബുധനെ നിങ്ങൾ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ബുധന്റെ ബീജമന്ത്രം നിങ്ങൾ 7 മുതൽ, അതായത് കുറഞ്ഞത് 7 തവണ എങ്കിലും നിങ്ങൾ ജപിച്ചിരിക്കണം. 108 തവണ ജപിക്കുകയാണെങ്കിൽ വളരെ ഉചിതമായിരിക്കും. പക്ഷെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമായിരിക്കണം. മറ്റൊരു സ്ഥലത്തേക്കും മനസ്സ് വ്യതിചലിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ദേവത സൂര്യനാണ്. അതുകൊണ്ട് തന്നെ സൂര്യന്റെ ബീജമന്ത്രവും 7 തവണ നിങ്ങൾ ജപിക്കേണ്ടതുണ്ട്. ഈ 2 മന്ത്രങ്ങളും നിങ്ങൾ 7 തവണ മുതൽ 108 തവണ വരെ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റും ഒരു പോസിറ്റീവ് എനർജി വന്ന് നിറയുകയും മറ്റുള്ള ബാഹികമായിട്ടുള്ള ദുഷ്ട ശക്തികൾക്ക് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു മാർഗതടസ്സം സൃഷ്ടിക്കുകയും നിങ്ങളുടെ ശരീരത്തിൽ ഈ മന്ത്രത്തിന്റെ ഒരു സാന്നിധ്യം നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും. ഈ മന്ത്രം ജപിക്കുമ്പോൾ ചെറിയ ശബ്ദത്തിൽ ജപിക്കണം. എന്നാൽ മാത്രമേ ഇത് പ്രകൃതിയിൽ ലയിച്ച് നമ്മൾക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകുകയുള്ളൂ. ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ ശബ്ദത്തിൽ ജപിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് അത് പ്രപഞ്ചത്തിൽ ലയിച്ച് പോസിറ്റീവ് എനർജി ഉണ്ടാകുന്ന. ലക്ഷാർച്ചനയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണിത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കിട്ടുവാനായിട്ട് നിങ്ങളുടെ മൃഗം പോത്താണ്. പോത്തിനെ വളർത്തുന്നതൊക്കെ വളരെ നല്ലതാണ്. പോസിറ്റീവ് എനർജി ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നിരുന്നാലും എല്ലാവർക്കും അതിനൊരു സാഹചര്യം ഉണ്ടാകണമെന്നില്ല. നമ്മൾ പോത്തിന്റെ ഒരു ചിത്രം നിങ്ങളുടെ കിടപ്പ് മുറിയിൽ വെക്കുകയും അത് നിങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ വെക്കുകയും ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും. ഇനി പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു സമയമുണ്ട്. നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾ ആദ്യം പുറപ്പെടുവിക്കേണ്ട ശബ്ദം നിങ്ങളുടെ നക്ഷത്രത്തിന്റെ അധിപനായ ചന്ദ്രന്റെ ബീജമന്ത്രമാണ്. ഈ മന്ത്രത്തിന് നിങ്ങളുടെ ഒരു ദിവസത്തെ മുഴുവൻ നിങ്ങൾ പോസിറ്റീവ് എനർജി ആയിട്ട് നിർത്താൻ സാധിക്കുന്നതാണ്. എല്ലാ മന്ത്രങ്ങൾ പോലെ ചന്ദ്രന്റെ ബീജമന്ത്രവും 7 മുതൽ 108 തവണ വരെ നിങ്ങൾ ജപിക്കുക. ദിവസവും ഈ 3 മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉള്ളിലൊരു പോസിറ്റീവ് എനർജി രൂപപ്പെടുന്നതാണ്. ഈ പോസിറ്റീവ് എനർജി നിങ്ങളെ ദുഷ്ടശക്തികളിൽ നിന്നും നിങ്ങളുടെ പൂർവ്വകാല കർമ്മദോഷങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നതാണ്. കാരണം നമ്മളുടെ നക്ഷത്രം വളരെ ഉത്തേജിച്ച് നമ്മളിലേക്ക് തന്നെ ആകൃഷ്ടരായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളെ മറ്റ് ദുഷ്ടശക്തികൾക്ക് ഒന്നും ചെയ്യാനാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ 7 ദിവസം ഒന്ന് ചെയ്യുമ്പോഴേക്കും 7 ദിവസം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഫലം കണ്ടു തീർക്കും. ഒരു 4-5 ദിവസം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിന്റെ മാറ്റങ്ങൾ അനുഭവിച്ച് അറിയാൻ കഴിയുന്നതാണ്. 7 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ മാറ്റം നന്നായിട്ട് അനുഭവിക്കുമ്പോൾ ഈ കർമ്മം തുടരാവുന്നതാണ്. ഇത് നമ്മളുടെ ജീവിതത്തിലെ വളരെ ചെറിയൊരു സമയം മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു ദിവസത്തെ ചെറിയൊരു സമയം മാത്രമേ നമുക്ക് ഇതിനു വേണ്ടി ചിലവാക്കേണ്ടതുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് പൂർണ്ണമായിട്ടും കേട്ട് മനസ്സിലാക്കിയതിനു ശേഷം ചെയ്യുക. അപ്പോൾ എല്ലാ അത്തം നക്ഷത്രക്കാർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.